അടുത്ത 2 ദിവസങ്ങളിൽ തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പകൽ 11 മുതൽ 3 വരെ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ്. കോൾപ്പാടങ്ങളിൽ നിന്ന് നെല്ല് ഏറ്റെടുക്കുന്നതിൽ മില്ലുടമകൾക്ക് മെല്ലെപ്പോക്ക്. പ്രതിഷേധവുമായി കോൾ കർഷകർ. കൊടകര വിരുത്തിപ്പാടത്ത് പാകമായ നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. ചെങ്ങാലൂരിൽ ആലഞ്ചേരി പാടശേഖരത്തിൽ വ്യാപകമായി തണ്ണീർത്തടം മണ്ണടിച്ചു നികത്തുന്നു. അനധികൃതമായി മണ്ണെടുക്കുന്ന സംഘങ്ങളാണ് തണ്ണീർത്തടം നികത്തുന്നതിന് പിന്നിലെന്ന് ആക്ഷേപം. പട്ടയം ലഭിക്കും വരെ കളക്ടറേറ്റ് യാചനാ സമരവുമായി മലയോരവാസികൾ രംഗത്ത്. പട്ടയ സമരത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. പഞ്ചാരിയുടെ ഈറ്റില്ലമായ പെരുവനം പൂരത്തിനായി പെരുവനം നടവഴിയൊരുങ്ങി. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള പൈനൂർ പാടത്തെ തേവരുടെ ചാലുകുത്തൽ ശനിയാഴ്ച. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അടുത്ത 2 ദിവസങ്ങളിൽ തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പകൽ 11 മുതൽ 3 വരെ സൂര്യതാപത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ്. തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ ശനിയാഴ്ച താപനില 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കുക. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം കയ്യിൽ കരുതുക. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. ഈ സമയങ്ങളിൽ തുറസായ ഇടങ്ങളിൽ തൊഴിലെടുക്കുന്നത് ഒഴിവാക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും സൂര്യാഘാതത്തിനെതിരെ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. കോൾപ്പാടങ്ങളിൽ നിന്ന് നെല്ല് ഏറ്റെടുക്കുന്നതിൽ മില്ലുടമകൾക്ക് മെല്ലെപ്പോക്ക്. പ്രതിഷേധവുമായി കോൾ കർഷകർ ജില്ലാ പാടി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മാർച്ച് ആദ്യവാരം കൊയ്ത്തു തുടങ്ങിയ കോൾപ്പാടങ്ങളിലെ നെല്ല് സംഭരണമാണ് മന്ദഗതിയിലായത്. വിവിധ പാടശേഖരങ്ങളിൽ നെല്ല് ഏറ്റെടുക്കുന്നതിന് സിവിൽ സപ്ലൈസുമായി ധാരണയായിട്ടുള്ള ചില മില്ലുടമകളാണ് നെല്ല് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതിൽ കാലതാമസം വരുത്തുന്നതെന്ന് കർഷകർ ആരോപിച്ചു. കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ട് നെല്ലെടുപ്പിന് ഇപ്പോൾ ഏകദേശം ഒരു 10-40 ലോഡ് നെല്ല് ഇപ്പോൾ കൊയ്ത് കഴിഞ്ഞ് 12 മിഷ്യൻ കൊയ്ത നെല്ലാണ് അവിടെ ഇരിക്കുന്നത്. അതും ഓരോ 2 മില്ലാണ് പുല്ലഴി കോൾപ്പടവിന് അലോട്ട് ചെയ്തത്. ഈ 2 മില്ല് അലോട്ട് ചെയ്തിട്ട് ഒരു മില്ലുകാരന് നെല്ല് പകുതി കൊടുത്തു. മില്ലുകാർ കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിൽ വണ്ടി വിടാൻ ബുദ്ധിമുട്ട്. കിലോയ്ക്ക് 25 രൂപ 30 പൈസയ്ക്കാണ് മില്ലുടമകൾ കർഷകരിൽ നിന്നും നെല്ല് ഏറ്റെടുക്കുന്നത്. ഇതിൽ ധാരണപ്രകാരമുള്ള ഹാൻഡ്ലിംഗ് ചാർജ് നൽകാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. പുല്ലഴി, കിഴക്കേ കരിമ്പാടം, കോൾ പാടശേഖരങ്ങളിലെ നെൽകർഷകരാണ് നെല്ല് ഏറ്റെടുക്കുന്നതിലെ മില്ലുടമകളുടെ മെല്ലെപ്പോക്ക് നയത്തിൽ പ്രതിഷേധിച്ച് ജില്ലാ പാടി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് ദിവസങ്ങളായി നെല്ല് ചാക്കുകളിലാക്കി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നെല്ല് പടവിൽ നിന്ന് കയറി പോകണം. ഇപ്പോൾ കൊയ്ത്ത് ഇന്നലെ കഴിഞ്ഞാണ് ഞങ്ങളുടെ 40 ലോഡോളം നെല്ല് ഇനി കയറി പോകണം. 4 വണ്ടി 2 വണ്ടി വന്നാൽ എത്ര ദിവസം ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കണം? യൂണിയൻകാർ കാത്തിരിക്കണം, തൊഴിലാളികൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. മഴ പെയ്താലത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ കർഷകരെ എങ്ങനെയും ദ്രോഹിക്കുക എന്നുള്ളതാണ് മില്ലുടമകളുടെ മാർഗം. 65 കിലോ വരുന്ന ഒരു ചാക്ക് അട്ടിയിടാൻ കർഷകന് 40 രൂപയോളമാണ് ചെലവ് വരുന്നത്. കനത്ത ചൂടിൽ നെല്ല് പാടത്തിടുന്നത് മൂലം കർഷകർക്ക് കനത്ത സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വരുന്നത്. നെല്ലിന്റെ തൂക്കം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയുള്ള മില്ലുടമകളുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് നെല്ല് ഏറ്റെടുക്കുന്നത് മന്ദഗതിയിലാകാൻ കാരണമെന്ന് കോൾ കർഷകർ ആരോപിച്ചു. ടൺ കണക്കിന് നെല്ലാണ് പുല്ലഴി, കിഴക്കേ കരിമ്പാടം കോൾ മേഖലയിൽ ചാക്കുകളിലായി കെട്ടിക്കിടക്കുന്നത്. കോൾ കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സമയബന്ധിതമായി നെല്ല് ഏറ്റെടുത്തു കൊണ്ടുപോകാൻ ജില്ലാ പാടി മാർക്കറ്റിംഗ് ഓഫീസർ മില്ലുടമകൾക്ക് നിർദ്ദേശം നൽകി. കോൾ കർഷക പ്രതിനിധികളും ജില്ലാ പാടി മാർക്കറ്റിംഗ് ഓഫീസറും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് നെല്ല് ഏറ്റെടുക്കാൻ ധാരണയായത്. ഇതോടെ 2 മണിക്കൂറോളം നീണ്ട കുത്തിയിരിപ്പ് സമരവും കോൾ കർഷകർ പിൻവലിച്ചു. TCV തൃശൂർ. കൊടകര പഞ്ചായത്തിലെ വിരുത്തിപ്പാടത്ത് വിളഞ്ഞ് പാകമായ നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ വലയുന്നു. കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ വഴിയില്ലാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. 8 വർഷത്തോളം തരിശായി കിടന്ന പേരാമ്പ്ര വിരുത്തിപ്പാടത്ത് ഈച്ചരത്ത് ജെയ്സൺ, റോണി ചുക്കിരിയാൻ എന്നീ കർഷകരാണ് ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കിയത്. 30 പറയോളം നിലത്തിൽ ശ്രേയസ് ഇനത്തിൽപ്പെട്ട വിത്തുപയോഗിച്ചാണ് തികച്ചും ജൈവ സമ്പ്രദായത്തിൽ ഇവർ മുണ്ടകൻ വിള ഇറക്കിയത്. വിളഞ്ഞ് പാകമായ പാടത്തെ കൊയ്ത്തുത്സവം ഒരാഴ്ച മുൻപ് BD ദേവസി MLA ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി കൃഷിയില്ലാത്ത പാടത്തേക്ക് കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ സൗകര്യമുള്ള വഴിയില്ല. തൊഴിലാളികളെ കൊണ്ടുവന്ന് കൊയ്ത്തു നടത്തിയാൽ ചെലവ് വർദ്ധിക്കുകയും
കൃഷി നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യുമെന്ന് കർഷകർ പറയുന്നു. തോട്ടുവരമ്പാണ് മെഷീൻ കൊണ്ടുവരാൻ ചിടിയാൻ സാധ്യതയുള്ളൂ. പക്ഷെ തോട്ടുവരമ്പ് ഇല്ല, അതൊക്കെ മൊത്തം അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ കൂടെ മെഷീൻ കൊണ്ട് അനുവദിച്ചില്ല. കാരണം എന്നാൽ അവർക്കൂടെ മെഷീൻ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ പറയുകയും ചെയ്തു, ഏതെങ്കിലും കാരണവശാലും മെഷീൻ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മണ്ണിട്ട് നികത്തി കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. നിലമൊരുക്കാനായി ടില്ലർ കൊണ്ടുവന്ന വീതി കുറഞ്ഞ വഴിയിലൂടെ കൊയ്ത്തുയന്ത്രം ഇറക്കാനാകാതെ വന്നപ്പോൾ ദേശീയപാതയോരത്തുള്ള സ്ഥാപനത്തിന്റെ അധീനതയിലുള്ള പറമ്പിലൂടെ പാടത്തേക്ക് കൊയ്ത്തുയന്ത്രം ഇറക്കാൻ കർഷകർ ശ്രമം നടത്തി. എന്നാൽ സ്ഥാപനം അധികൃതർ ഇത് തടഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി. പാടത്തേക്ക് കൊയ്ത്തുയന്ത്രം ഇറക്കാൻ സാധിക്കാതെ വന്നതോടെ തൊഴിലാളികളെ ഇറക്കി കൊയ്ത്തു നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കർഷകർ. തരിശുനിലത്തിൽ കൃഷി ചെയ്യാൻ പ്രോത്സാഹനം നൽകുന്ന കൃഷിവകുപ്പ് വിളഞ്ഞു പാകമായ നെല്ല് കൊയ്തെടുക്കാൻ ആവശ്യമായ സഹായം നൽകാനും തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV കൊടകര. പുതുക്കാട് ചെങ്ങാലൂരിൽ ആലഞ്ചേരി പാടശേഖരത്തിൽ വ്യാപകമായി തണ്ണീർത്തടം മണ്ണടിച്ച് നികത്തുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് യാതൊരുവിധ അനുമതിയുമില്ലാതെയാണ് തണ്ണീർത്തടം നികത്തുന്നത്. മേഖലയിൽ അനധികൃതമായി മണ്ണെടുക്കുന്ന സംഘങ്ങളാണ് തണ്ണീർത്തടം നികത്തുന്നതിനുള്ള മണ്ണെത്തിക്കുന്നത്. പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ തണ്ണീർത്തടത്തിൽ തള്ളിയ നിലയിലാണ്. പാടശേഖരത്തിന് സമീപത്തു നിന്നും കുഴിച്ചെടുത്ത മണ്ണും തണ്ണീർത്തടം നികത്താൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തണ്ണീർത്തടത്തെ ആശ്രയിച്ചാണ് ആലഞ്ചേരി പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്യുന്നത്. ജലപൂരിതമായ ഈ തണ്ണീർത്തടം നികത്തുന്നതോടെ നെൽകൃഷിക്ക് ദോഷമാകുമെന്ന് കർഷകർ പറഞ്ഞു. പട്ടാപ്പകൽ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയിട്ടും അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന ആക്ഷേപവുമുണ്ട്. മുൻപ് ആലഞ്ചേരി പാടശേഖരത്തിൽ കോൺക്രീറ്റ് കാലുകളിട്ട് പാടം രൂപമാറ്റം നടത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് തണ്ണീർത്തടം ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നത്. തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നവർക്കെതിരെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമനുസരിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 2 യൂണിറ്റ് അധികൃതർക്ക് പരാതി നൽകി. മണ്ണടിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങൾ പിടികൂടണമെന്നും നികത്തിയ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും പരിഷത്ത് പ്രവർത്തകരായ VL ലിൻഡോ, PN ഷിനോയ്, VR രഭീഷ്, KR രാകേഷ് എന്നിവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. മലയോര സംരക്ഷണ സമിതിയുടെ പട്ടയ സമരത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ 10,000-ലേറെ വരുന്ന കുടിയേറ്റ മലയോരവാസികളാണ് പട്ടയ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഇക്കൂട്ടരെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ചാണ് സമരം. പട്ടയം ലഭിക്കാത്തതുമൂലം സ്ഥലം വിൽക്കാനോ ഭൂമി പണയം വയ്ക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് മലയോരവാസികൾ. പട്ടയം ലഭിക്കും വരെ കളക്ട്രേറ്റ് യാചനാ സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം. ഇതിനു മുന്നോടിയായി മലയോര മേഖലകളിൽ വിളംബര ജാഥകൾ നടത്തി. ശനിയാഴ്ച തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാരിയുടെ ഈറ്റില്ലമായ പെരുവനം പൂരം ശനിയാഴ്ച ആഘോഷിക്കും. ആസ്വാദന പെരുമ നിറഞ്ഞ മേളങ്ങളും എണ്ണമറ്റ ഗജവീരന്മാരും ഐതിഹ്യ പെരുമ നിറഞ്ഞ ചടങ്ങുകളും കൊണ്ട് സമ്പന്നമായ പെരുവനം പൂരത്തിനായി പെരുവനം നടവഴി ഒരുങ്ങി. 7 ഗജവീരന്മാർക്ക് എഴുന്നള്ളിച്ചു നിൽക്കാവുന്ന ഇടമാണ് പെരുവനം നടവഴി. ശനിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച നേരം പുലരുവോളം നീണ്ടുനിൽക്കുന്ന പൂരച്ചടങ്ങുകളും എഴുന്നള്ളിപ്പുകളും നടവഴിയിൽ പെയ്തിറങ്ങുന്ന പാണ്ടി പഞ്ചാരി പഞ്ചവാദ്യങ്ങളും പെരുവനത്തെ ആവേശത്തിലാഴ്ത്തും. പൂരദിവസം വൈകിട്ട് 4 മണിക്ക് പെരുവനം ശങ്കരനാരായണൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തോടെ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ ആദ്യ പൂരം എഴുന്നള്ളിപ്പ് പടിഞ്ഞാറേ നടവഴിയിൽ നടക്കും. 6:30 ആറാട്ടുപുഴ ശാസ്താവിന്റെ കിഴക്കോട്ടിറക്കത്തിൽ 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 250-ലധികം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം നാദകടലായി മാറും. 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ചാത്തക്കുടം ശാസ്താവിന്റെയും തൊട്ടിപ്പാൾ ഭഗവതിയുടെയും പടിഞ്ഞാറോട്ട് കയറ്റത്തോടെയുള്ള എഴുന്നള്ളിപ്പിൽ പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും അകമ്പടിയുണ്ടാകും. കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നീ ചടങ്ങുകൾക്ക് ശേഷമാണ് ചാത്തക്കുടത്തിന്റെ കയറ്റ പഞ്ചാരിക്ക് കാലമിടുക. ഇക്കുറി 21ാം വർഷമാണ് സതീശന്മാരാർ മേളത്തിന് പ്രമാണം വഹിക്കുന്നത്. രാത്രി 10:30 ആറാട്ടുപുഴ കല്ലോലി മേടംകുളം ശാസ്താക്കന്മാരുടെ പടിഞ്ഞാറോട്ട് കയറ്റവും 11 ഊരകത്തമ്മ തിരുവടി ചാത്തക്കുടം ശാസ്താവിന്റെ പടിഞ്ഞാറോട്ട് കയറ്റവും 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പെരുവനം തൊടുകുളം പരിസരത്ത് നിന്ന് കൊമ്പ്, കേളി, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്ര നടവഴിയിൽ എത്തും. ചെറുശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ 250-ലേറെ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം നാദ കുളിർമയാകും. ഈ സമയം ചേർപ്പ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് പടിഞ്ഞാറേ നടവഴിയിൽ ആരംഭിക്കും. 3 ഗജവീരന്മാർ അകമ്പടിയാകും. ചോറ്റാനിക്കര സുഭാഷ് മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം ദൃശ്യശ്രാവ്യ ശൈലിയുണർത്തും. തുടർന്ന് എഴുന്നള്ളിപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് എത്തി സമാപിക്കും. കരിമരുന്ന് പ്രയോഗത്തിനു ശേഷം 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് തുടരും. പെരുവനം കുട്ടന്മാരാർ പഞ്ചാരിമേളത്തിന് നേതൃത്വം നൽകും.
12-ന് പെരുവനം ക്ഷേത്രമതിൽക്കകത്ത് പിടിക്കപ്പറമ്പ്, നെട്ടിശ്ശേരി, നാങ്കുളം, കോടന്നൂർ, ചിറ്റിച്ചാത്തക്കുടം, മേടംകുളം, കല്ലേലി, മാട്ടിൽ ശാസ്താക്കന്മാരും എടക്കുന്നി, തൈക്കാട്ടുശ്ശേരി, പൂനിലാർക്കാവ് ഭഗവതിമാരും അണിചേരും. പഞ്ചാരിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകും. 17-ന് പുലർച്ചെ 4-ന് ചേർപ്പ് ഐക്കുന്ന് ഭഗവതിമാരുടെ കിഴക്കേ നടവഴിയിൽ എഴുന്നള്ളിപ്പ് നടക്കും. പെരുവനം കുട്ടന്മാരാർ പഞ്ചാരിമേളത്തിന് നേതൃത്വം നൽകും. മേളത്തിന് ശേഷം നേരം പൊൻപ്രഭ ചൊരിയുന്നതോടെ പട്ടിണിശംഖിന് ശേഷം ഇരു ഭഗവതിമാരും തൊടുകുളത്തിൽ ആറാട്ട് നടത്തും. തുടർന്ന് ആറാട്ടുപുഴ ശാസ്താവും ഐക്കുന്ന് ഭഗവതിയുമായി ചേർപ്പ് ഭഗവതി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പെരുവനം പൂരത്തിന് സമാപ്തിയാകും. TCV ചേർപ്പ്. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള ഗ്രാമപ്രദക്ഷിണത്തിലെ തൃപ്രയാർ തേവരുടെ ബ്ലാഹയൽ ആറാട്ട് ഭക്തി നിർഭരമായി. ദേവസ്വം സീതാരാമൻ തേവരുടെ തിടമ്പേറ്റി. തൃപ്രയാർ അനിയന്മാരാർ നയിച്ച മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. തോരണങ്ങളാൽ അലങ്കരിച്ച ഗ്രാമവഴികളിൽ പറ നൽകിയാണ് ഭക്തർ തേവരെ സ്വീകരിച്ചത്. തേവരുടെ ആറാട്ട് കാണാൻ നിരവധി ഭക്തരാണ് ബ്ലാഹയൽ കുളക്കരയിൽ കാത്തുനിന്നത്. തുടർന്ന് പൂജകൾക്ക് ശേഷം ഭക്തരെ സാക്ഷിയാക്കി തേവർക്ക് ബ്ലാഹയൽ കുളത്തിൽ ആറാട്ട് നൽകി. ആറാട്ടിന് ശേഷം തേവരുടെ മഞ്ഞൾ പ്രസാദം ഭക്തർ ഏറ്റുവാങ്ങി. വഴിയോരത്ത് കാത്തുനിന്ന ഭക്തരിൽ നിന്ന് പറകൾ സ്വീകരിച്ച് തേവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. വൈകിട്ട് കുറുക്കൻകുളത്തിലും തേവർ ആറാടി. കിഴക്കേക്കരയിലെ അതിപ്രധാനമായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി ശനിയാഴ്ച രാവിലെ തേവർ എഴുന്നള്ളും. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള പടിഞ്ഞാറേക്കരയിലെ ചടങ്ങുകളിൽ അതിപ്രധാനമായ പൈനൂർ പാടത്തെ തേവരുടെ ചാലുകുത്തൽ ശനിയാഴ്ച. 3 പതിറ്റാണ്ട് കാലത്തോളം തേവരുടെ ചാലുകുത്തൽ നിർവഹിച്ച ദേവസ്വം ബലരാമന് പകരമെത്തുന്ന ദേവസ്വം സീതാരാമനാകും ചടങ്ങിന്റെ ശ്രദ്ധാകേന്ദ്രം. ഉഷപൂജയ്ക്ക് ശേഷം തൃപ്രയാർ തേവർ വെന്നിക്കൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. ചികിത്സയിൽ കഴിയുന്നതിനാൽ ഇത്തവണ ദേവസ്വം ബലരാമന് പകരം ദേവസ്വം സീതാരാമൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിക്കും. തൃപ്രയാർ അനിയന്മാരാർ നയിക്കുന്ന മേളം തേവരുടെ എഴുന്നള്ളിപ്പിന് അകമ്പടിയേകും. വെന്നിക്കൽ ക്ഷേത്രത്തിലെത്തുന്ന തേവരെ ഭക്തർ പറ നൽകി സ്വീകരിക്കും. തുടർന്ന് കോതകുളം ആറാട്ടിനായി തേവർ എഴുന്നള്ളും. കോതകുളം ഒരു തവണ പ്രദക്ഷിണം ചെയ്ത തേവർ പൂജകൾക്ക് ശേഷം ഭക്തരെ സാക്ഷിയാക്കി ആറാട്ട് നടത്തും. തുടർന്ന് ഗ്രാമപ്രദക്ഷിണത്തിലെ പ്രധാന ചടങ്ങായ ചാലുകുത്തലിനായി തേവർ പൈനൂർ പാടത്തേക്ക് എഴുന്നള്ളും. നൂറുകണക്കിന് ഭക്തർ തേവരെ അനുഗമിക്കും. അവകാശികളായ കണ്ണോത്ത് തറവാട്ടുകാരുടെ 1 സെന്റ് സ്ഥലത്താണ് ചാലുകുത്തൽ ചടങ്ങ് നടക്കുക. കണ്ണോത്ത് തറവാട്ട് പ്രതിനിധി തേവർക്ക് ആദ്യപ്പറ സമർപ്പിക്കും. തുടർന്ന് ശംഖനാദം ഉയരുന്നതോടെ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ച ദേവസ്വം സീതാരാമൻ തന്റെ കൊമ്പുകളാൽ 3 തവണ മണ്ണ് കുത്തിയെടുക്കും. തേവർ കുത്തിയെടുക്കുന്ന മണ്ണ് അപ്പോൾ തന്നെ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. പ്രസാദമായി ലഭിച്ച മണ്ണ് കൃഷിയിടത്തിൽ വിതറിയാൽ കാർഷിക സമൃദ്ധി കൈവരും എന്നാണ് വിശ്വാസം. ചാലുകുത്തൽ കഴിഞ്ഞ ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്ന തേവർ വൈകിട്ട് രാമൻകുളം ആറാട്ടും സമുദായ മഠം പറയും കഴിഞ്ഞ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. TCV ന്യൂസ്, തൃപ്രയാർ. തൃപ്രയാർ തേവരുടെ ചാലുകുത്തൽ ചടങ്ങ് ഇത്തവണ പതിവിലും നേരത്തെ നടക്കും. രാവിലെ 8 മണിയോടെ ചാലുകുത്തൽ ചടങ്ങ് പൂർത്തിയാക്കി 10 മണിയോടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും വിധമാണ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയിൽ എഴുന്നള്ളിപ്പ് പാടില്ലെന്ന വനം വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ചടങ്ങുകളിൽ മാറ്റം വരുത്തിയത്. മുൻപ് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ചാലുകുത്തൽ ചടങ്ങ് നടക്കാറുള്ളത്. നഴ്സുമാരുടെ സംഘടനയായ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിൽ വൻ സാമ്പത്തിക ക്രമക്കേടെന്ന പരാതി. 3 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന്
UNA വൈസ് പ്രസിഡന്റ് CB മുകേഷ് DGPക്ക് പരാതി നൽകി. നഴ്സുമാരിൽ നിന്നും ലെവി പിരിച്ചതടക്കമുള്ള തുകയിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് CB ആവശ്യപ്പെട്ടു. സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ ഡ്രൈവർ സംഘടനയുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തിട്ടുണ്ടെന്നും സംഘടനാ തീരുമാനപ്രകാരമല്ലാതെ പലർക്കും പണം നൽകിയിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. കമ്മിറ്റി ഭാരവാഹികൾ നിരവധി തവണ ഈ വിഷയങ്ങൾ ഉന്നയിച്ചെങ്കിലും മറുപടി നൽകിയില്ലെന്നും പരാതിക്കാർ ആരോപിച്ചു. അതേസമയം അച്ചടക്ക ലംഘനത്തെ തുടർന്ന് സംഘടന പുറത്താക്കിയ വ്യക്തി നൽകിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പരാതിക്ക് പിന്നിലെന്ന് സംഘടനാ നേതൃത്വം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസിന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളെ ശനിയാഴ്ച പ്രഖ്യാപിക്കും. ചാലക്കുടി സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസിലും തൃശൂർ സീറ്റ് സംബന്ധിച്ച് BJPയിലും അനിശ്ചിതത്വം തുടരുകയാണ്. കോൺഗ്രസിൽ നിലവിൽ 8 സീറ്റിലാണ് അനിശ്ചിതത്വം തുടരുന്നത്. ഇതിൽ തൃശൂർ ജില്ലയിൽ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് അനിശ്ചിതത്വം. തൃശൂരിലും ആലത്തൂരിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായാണ് സൂചന. ചാലക്കുടിയിൽ 2-ലധികം സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർന്നു വന്നതിനെ തുടർന്ന് തീരുമാനം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വിട്ടു. NDA സ്ഥാനാർത്ഥികളെയും ശനിയാഴ്ച പ്രഖ്യാപിക്കും. തൃശൂർ സീറ്റ് സംബന്ധിച്ചാണ് NDAയിലും അനിശ്ചിതത്വം. തൃശൂരിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരത്തിനിറങ്ങുമെന്നാണ് ഏതാണ്ട് ഉറപ്പിച്ച സാഹചര്യമുള്ളത്. K. സുരേന്ദ്രന് പത്തനംതിട്ടയിൽ സീറ്റ് ഉറപ്പാക്കാനാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പത്തനംതിട്ടയിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ K. സുരേന്ദ്രൻ തൃശൂർ സീറ്റാണ് നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത്. ഞമനേങ്ങാട് CPM പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 3 പ്രതികൾക്ക് 3 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 2ാം അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി C. മുജീബ് റഹ്മാനാണ് ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി തടവ് അനുഭവിക്കണം. വൈലത്തൂർ സ്വദേശികളായ കളരിക്കൽ ഷിബു, കണ്ടപ്പുള്ളി മണിക്കുട്ടൻ, അമ്മന്നൂർ സാദിഖ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. 2013 ഏപ്രിൽ 24-ലാണ് കേസിനാസ്പദമായ സംഭവം. CPM പ്രവർത്തകരായ ജിനീഷ്, വേണുഗോപാൽ എന്നിവരെ ആക്രമിച്ച കേസിലാണ് പ്രതികളെ കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KN വിവേകാനന്ദൻ, അഭിഭാഷകരായ പൂജ വാസുദേവൻ, അമൃത K എന്നിവർ കോടതിയിൽ ഹാജരായി. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബസ്സുടമയെയും മകനെയും തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി കീഴടങ്ങി. കൊടുങ്ങല്ലൂർ അഴീക്കോട് റൂട്ടിലോടുന്ന സുഹൈൽ എന്ന ബസിന്റെ ഉടമ അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി ചാലിൽ ആസാദാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. കൊടുങ്ങല്ലൂരിലെ സബീന ബസ്സുടമ, കറുകപ്പാടത്ത് റഷീദ്, മകൻ റമീസ് എന്നിവരെയാണ് ഇയാൾ ഡീസൽ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് 1 മിനിറ്റ് വൈകിയോടി എന്നതിന്റെ പേരിലായിരുന്നു ആക്രമണം. പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സിനിമകൾ കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഗിരീഷ് കാസർവള്ളി പറഞ്ഞു. 14ാമത് തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെസ്റ്റിവൽ ഡയറക്ടർ T. കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ വർക്കിംഗ് ചെയർമാൻ ഡേവിസ് ചുങ്കത്ത്, കോർപ്പറേഷൻ കൗൺസിലർ MS സമ്പൂർണ്ണ, ഫെസ്റ്റിവൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചെറിയാൻ ജോസഫ്, A. രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന ഫിലിം അവാർഡ് ജേതാക്കളായ ജയദേവൻ ചക്കാടത്ത്, ഷെരീഫ് എസ എന്നിവരെ ആദരിച്ചു. തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. ഇനിയുള്ള 7 ദിനങ്ങൾ തൃശൂർ നിവാസികൾക്ക് ലോക സിനിമകളുടെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാം. അന്തരിച്ച സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത വയലാറിനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയോടെയാണ് 14ാമത് തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായത്. കാനലിൽ മികച്ച സിനിമയ്ക്ക് ഈ വർഷം പാം ഡി ഓർ ലഭിച്ച ജാപ്പനീസ് സിനിമയായ ഷോപ്പ് ലിഫ്റ്റേഴ്സ് ആയിരുന്നു ഉദ്ഘാടന സിനിമ. വിശപ്പ് സഹിക്കാൻ വയ്യാതെ മോഷണം നടത്തുന്ന കുടുംബത്തെ അധികരിച്ചുകൊണ്ടുള്ളതായിരുന്നു ജപ്പാനിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ സിനിമയുടെ ഇതിവൃത്തം. ചലച്ചിത്രോത്സവത്തിന്റെ മുഖ്യവേദിയായ രവികൃഷ്ണ തിയേറ്ററിലായിരുന്നു ഷോപ്പ് ലിഫ്റ്റേഴ്സിന്റെ പ്രദർശനം. തൃശൂർ പ്രസ് ക്ലബ്, സെന്റ് തോമസ് കോളേജ് എന്നീ വേദികളിലും ഫെസ്റ്റിവൽ പ്രദർശനം ഉണ്ടായിരിക്കും. ലോക സിനിമാ വിഭാഗത്തിലും സമകാലീന ഇന്ത്യൻ സിനിമയിലും ജർമ്മൻ സിനിമാ ഫോക്കസിലുമായി 55 കഥാചിത്രങ്ങളും 25 ഷോർട്ട് ഫിലിമുകളുമടക്കം 75-ൽ പരം ചിത്രങ്ങളാണ് 7 ദിവസങ്ങളായി പ്രദർശിപ്പിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്കും പ്രദർശനം കാണാനായി തൃശൂർ നഗരത്തിന് പുറമെ തൃപ്രയാർ, ഇരിങ്ങാലക്കുട, ഗുരുവായൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലും അനുബന്ധ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ മികച്ച സിനിമയ്ക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ച കാന്തൻ ദി ലവർ ഓഫ് കളർ ഉൾപ്പെടെ വിവിധ ഫെസ്റ്റിവലുകളിൽ അംഗീകാരമുദ്ര പതിപ്പിച്ച ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെ ഫ്ലൈറ്റ്, നദിൻ ലബാക്കിയുടെ കെപ്പർനോം,
ഗോദാർഡിന്റെ ഇമേജ് ബുക്ക്, ദി വൈൽഡ് പിയർ ട്രീ, യോമേദിൻ, ജയരാജിന്റെ ഭയാനകം, ഇത്തവണത്തെ IFFK പുരസ്കാരം ലഭിച്ച ഡാർക്ക് റൂം തുടങ്ങിയ സിനിമകൾ ചലച്ചിത്രോത്സവത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. തൃശൂർ ചലച്ചിത്ര കേന്ദ്രം, തൃശൂർ പ്രസ് ക്ലബ്, KW ജോസഫ് ട്രസ്റ്റ്, ബാനർജി മെമ്മോറിയൽ ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയും ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, ഡയറക്ടർ ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് ന്യൂഡൽഹി എന്നിവയുടെ സഹായത്തോടെയുമാണ് തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. വിൽപ്പനയ്ക്കായി കഞ്ചാവ് കൈവശം വെച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. തൃശൂർ അഡീഷണൽ ജില്ലാ കോടതിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. പശ്ചിമബംഗാൾ സ്വദേശി പിന്റു ബിശ്വാസിനെയാണ് തൃശൂർ അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി കെ നിസാർ അഹമ്മദ് ശിക്ഷിച്ചത്. കഞ്ചാവ് വിൽപ്പന കേസിൽ ഒരു പ്രതിക്ക് ഇത്രയും വർഷം കഠിന തടവ് ലഭിക്കുന്നത് അപൂർവമാണ്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുനിൽ, അഭിഭാഷകരായ അമീർ, റൺസിൻ ജോസഫ് എന്നിവർ ഹാജരായി. ക്രമസമാധാന പാലനത്തിന് വെല്ലുവിളിയാകുന്നതും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതുമായ വിദ്വേഷ പ്രസംഗങ്ങൾ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യരുതെന്ന് ജില്ലാ കളക്ടർ TV അനുപമ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ ബ്യൂറോ ചീഫുമാരുടെ യോഗത്തിൽ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു കളക്ടർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുത്. പരസ്യവും വാർത്തയും മാധ്യമങ്ങൾ വേർതിരിച്ചു തന്നെ നൽകണം. അഭിപ്രായ സർവേകൾ കൃത്യമായും വസ്തുനിഷ്ഠമായും സംപ്രേഷണം ചെയ്യണം. വോട്ടെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള 48 മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ വാർത്തകൾ നൽകരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലപ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് ഔദ്യോഗികമെന്ന പേരിൽ മാധ്യമങ്ങൾ ഫലം പുറത്തുവിടരുതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലയിലെ 3000 കേന്ദ്രങ്ങളിൽ VVPAT സംവിധാനം വോട്ടർമാർക്ക് പരിചയപ്പെടുത്തി. ഇക്കാര്യത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. ADM റെജി P. ജോസഫ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S. വിജയൻ, RTO PA വിഭൂഷൺ, അസിസ്റ്റന്റ് കളക്ടർ AS. പ്രേംകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് വക്താവായിരുന്ന ടോം വടക്കന്റെ BJP പ്രവേശനത്തിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ തനിനിറം പരിപൂർണമായി പൗരസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ അധികാരമോഹത്തിന്റെയും അവസരവാദത്തിന്റെയും മുഖം വ്യക്തമാക്കുന്നതുകൂടിയാണ് ടോം വടക്കന്റെ പാർട്ടി മാറ്റം. വടക്കൻ വെടക്കായ കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയമെന്നും അദ്ദേഹം പരിഹസിച്ചു. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് സംസാരിക്കാതെ ഇറങ്ങിപ്പോയെന്ന തെറ്റായ വാർത്തയെക്കുറിച്ച് ചടങ്ങിൽ CN ജയദേവൻ MP പ്രതികരിച്ചു. പാർട്ടിക്കുള്ളിൽ അഭിപ്രായങ്ങൾ പറയുന്നതാണ് തന്റെ എക്കാലത്തെയും നിലപാട്. പക്ഷേ അത് തർക്കങ്ങളുടെ ഭാഗമായുള്ളതല്ല. രാജാജി മാത്യു തോമസ് മികച്ച സ്ഥാനാർത്ഥിയാണെന്നും മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നും ജയദേവൻ കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, പ്രൊഫസർ C. രവീന്ദ്രനാഥ്, MLA മാരായ KB അബ്ദുൽ ഖാദർ, ഗീതാ ഗോപി, പ്രൊഫസർ KU അരുണൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, KP രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കത്തുന്ന സൂര്യൻ, ഉരുകുന്ന ഭൂമി. ചാലക്കുടി മേഖല ജലക്ഷാമ ഭീഷണിയിൽ.
പറമ്പിക്കുളം ആളിയാർ കരാർ അനുസരിച്ച് തമിഴ്നാട് നൽകേണ്ടതായ വെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BD ദേവസി MLA മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. സംസ്ഥാനത്ത് പ്രളയം ഏറ്റവും രൂക്ഷമായി ബാധിച്ച മേഖലയാണ് ചാലക്കുടി. ക്രമാതീതമായി വെള്ളമുയർന്നതിനെ തുടർന്ന് ദുരിതത്തിലായ ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ഈ വേനലിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. പ്രളയത്തെ തുടർന്ന് ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതാണ് ഭീഷണിയാകുന്നത്. പ്രളയത്തിന്റെ അവസരത്തിൽ തമിഴ്നാട് അപ്പർ ഷോളയാറിൽ നിന്നും ആളിയാറിൽ നിന്നും ക്രമാതീതമായി വെള്ളം തുറന്നുവിട്ടതാണ് ചാലക്കുടി മേഖലയെ അപ്പാടെ വെള്ളത്തിലാഴ്ത്താൻ കാരണമെന്നാണ് ആക്ഷേപം. പെരിങ്ങൽകുത്ത് ഡാം കരകവിഞ്ഞൊഴുകി വെള്ളം ചാലക്കുടി പുഴയിൽ ക്രമാതീതമായി ഉയർന്നത് പ്രളയത്തിൽ ചാലക്കുടി മേഖലയ്ക്ക് കനത്ത നാശം സൃഷ്ടിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രളയത്തെ തുടർന്ന് ഈ മേഖലയിൽ പ്രകടമായത്. പ്രളയത്തിന്റെ ദുരിതങ്ങളിൽ നിന്നും പതുക്കെ കരകയറുമ്പോഴും വേനലിൽ കുടിവെള്ളക്ഷാമമാണ് പുഴയുടെ ഇരുകരകളിലുമുള്ളവരെയും കാത്തിരിക്കുന്നത്. പ്രളയകാലത്ത് ക്രമാതീതമായി വെള്ളം തുറന്നുവിട്ട തമിഴ്നാട് നിലവിൽ കരാർ അനുസരിച്ച് കേരളത്തിന് ആവശ്യമായ വെള്ളം തുറന്നു നൽകുന്നില്ലെന്നാണ് പരാതി. അപ്പർ ഷോളയാർ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടില്ലെങ്കിൽ ചാലക്കുടി പുഴയിലെ നീരൊഴുക്കിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആശങ്ക. ഇത് രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് കാരണമാകുമെന്നും ജലസേചനത്തെയും കൃഷിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ചാലക്കുടി MLA മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. ഇപ്പോൾ കേരള ഷോളയാറിലുള്ള വെള്ളം വെച്ച് നോക്കിയാൽ 2 മാസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പർ ഷോളയാറിൽ നിന്ന് കേരള ഷോളയാറിലേക്ക് വെള്ളം വിടാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുള്ളത്. പറമ്പിക്കുളം ആളിയാർ കരാർ അനുസരിച്ച് വെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം വേണമെന്നും MLA നിവേദനത്തിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഇടതു വലുതുകര കനാലിലൂടെയുള്ള വെള്ളത്തിന്റെ അളവ് കുറയുന്നതിൽ കർഷകരും നാട്ടുകാരും കഴിഞ്ഞ 2 മാസമായി പ്രതിഷേധത്തിലാണ്. രൂക്ഷമായ വരൾച്ചയുടെ പിടിയിലായ സമീപ പഞ്ചായത്തുകൾക്ക് ആശ്വാസകരമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. TCV ചാലക്കുടി. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷത്തിൽ ടോൾ പ്ലാസ അസിസ്റ്റന്റ് മാനേജർ ശ്യാമിനും സുരക്ഷാ ജീവനക്കാർക്കും പരിക്കേറ്റു. ഇരിങ്ങാലക്കുട സ്വദേശികളാണ് അക്രമമുണ്ടാക്കിയതെന്ന് കരുതുന്നു. ടോൾ പ്ലാസയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. 4 പേരുടെ പേരിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണ ജോലികൾ തുടങ്ങി. 5 കോടി രൂപ ചെലവിൽ നവംബറിൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ തൃശൂരിന് സ്വന്തമാവുക മനോഹരമായൊരു ഹൈടെക് ബസ് സ്റ്റാൻഡ്. 2018 നവംബർ 10-നായിരുന്നു വടക്കേ സ്റ്റാൻഡിന്റെ പുനർനിർമ്മാണോദ്ഘാടനം നടന്നത്. 3 മാസം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിൽ ആക്ഷേപം ഉയർന്നിരുന്നു. ആധുനിക സൗകര്യങ്ങളുള്ള 2 കെട്ടിടങ്ങൾക്കുള്ള പൈലിംഗ് ആണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്ത് 1.5 ഏക്കർ സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് നിലവിൽ വരുന്നത്. ഒരേ സമയം 20 ബസ്സുകൾക്കുള്ള പാർക്കിംഗ് ട്രാക്കുകൾ, യാത്രക്കാർക്കുള്ള വിശ്രമ സ്ഥലങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ശുചിമുറികൾ, മെഡിക്കൽ ഷോപ്പ്, മിനി ക്ലിനിക്, കോർപ്പറേഷൻ ആരോഗ്യ കേന്ദ്രം, ബാങ്ക് ATM, തൊഴിലാളികൾക്കുള്ള വിശ്രമ മുറികൾ, സോളാർ വൈദ്യുതി സംവിധാനം തുടങ്ങിയവയാണ് പുതിയ സ്റ്റാൻഡിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണ തൊഴിലാളികളുടെ താമസത്തിനും സാധന സാമഗ്രികളുടെ സൂക്ഷിപ്പിനുമുള്ള താൽക്കാലിക ഷെഡ് നിർമ്മാണം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. തൃശൂർ ആസ്ഥാനമായുള്ള സ്വകാര്യ ബാങ്കാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണവും 10 വർഷത്തേക്കുള്ള പരിപാലനവും ഏറ്റെടുത്തിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ കനോലി കനാലിൽ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. നടുവിൽക്കര കാങ്ക വീട്ടിൽ അടിമയുടെ മകൻ 48 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8:30 കണ്ടശംകടവ് പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. കനോലി കനാലിൽ സ്ഥിരമായി മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളിയാണ് ബാബു. കരയിൽ നിന്ന് വല എറിയുന്നതിനിടെ ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടുകാർ ഉടനെ തന്നെ മദർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്കായി സ്ഥാപിച്ച മാൻഹോളിന്റെ ഉരുക്കുമൂടി ഇളകി സ്വകാര്യ ബസിന്റെ ചക്രത്തിൽ കുടുങ്ങി അപകടം. കൂടുതൽ അപകടത്തിനിടയാക്കും മുൻപ് പ്രശ്നപരിഹാരം കാണണമെന്ന് നാട്ടുകാർ. തെക്കേനടയിൽ മഹാരാജ് ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് 2:45-നാണ് അപകടം നടന്നത്. തൃശൂരിൽ നിന്ന് ചാവക്കാട് വഴി ഗുരുവായൂരിലേക്ക് വന്നിരുന്ന കിരൺ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.
ബസ് കടന്നുപോകുന്നതിനിടയിൽ മുൻചക്രം കയറി മാൻഹോളിന്റെ മൂടി പൊന്തി പിൻചക്രത്തിൽ ഉടക്കുകയായിരുന്നു. ചക്രത്തിനടിയിൽപ്പെട്ട് ബസ് മുന്നോട്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. മഹാരാജ തെരുവിൽ നടുറോഡിൽ ബസ് നിന്നതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. യാത്രക്കാരെ മുഴുവൻ ഇറക്കിവിട്ട ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ 20 മിനിറ്റോളം സമയമെടുത്താണ് കുരുങ്ങിക്കിടന്ന ഉരുക്കുമൂടി നീക്കം ചെയ്ത് ബസ് റോഡിൽ നിന്ന് മാറ്റിയത്. ബസിന് സാരമായ കേടുപാട് പറ്റി. ഔട്ടർ റിംഗ് റോഡിലെ പല മാൻഹോളിന്റെയും മൂടികൾ ദിവസങ്ങളായി ഇളകിക്കിടക്കുകയാണ്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ മൂടി ഇളകി കാതടുപ്പിക്കുന്ന രീതിയിൽ വലിയ ശബ്ദമുണ്ടാക്കാറുണ്ട്. നാട്ടുകാർ നിരവധി തവണ ജല അതോറിറ്റിയിൽ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ല. അപകടം നടന്ന വിവരം ജല അതോറിറ്റിയെ അറിയിച്ചുവെങ്കിലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. അപകടത്തിനിടയാക്കിയ മൂടി ഇളകിപ്പോന്നതോടെ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. TCV ന്യൂസ്, ഗുരുവായൂർ. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. ശമ്പള വർധനവടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ സഹകരണ ബാങ്ക് സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സഹകരണ ബാങ്ക് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും നടത്തി. വടക്കേ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VS ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VD സാബു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നിശാന്ത്, KT രമേശ്, C സുധ, PK രാമചന്ദ്രൻ, MM ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞാണി പോലീസ് എയ്ഡ് പോസ്റ്റിൽ പോലീസിന്റെ സേവനം ഇനി വേണ്ടെന്ന് മണലൂർ പഞ്ചായത്ത്. വർഷങ്ങളായി പോലീസ് തിരിഞ്ഞു നോക്കാത്ത എയ്ഡ് പോസ്റ്റ് മുലയൂട്ടൽ കേന്ദ്രമാക്കി മാറ്റാനൊരുങ്ങുകയാണ് പഞ്ചായത്ത് അധികൃതർ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കാഞ്ഞാണിയിൽ ബസ് സ്റ്റാൻഡ് ആരംഭിച്ചപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റിന് മണലൂർ പഞ്ചായത്ത് സ്ഥലം അനുവദിച്ചിരുന്നു. കുറച്ചുകാലം പോലീസിന്റെ സേവനവും ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് എയ്ഡ് പോസ്റ്റ് അടച്ചിടേണ്ട അവസ്ഥയിലായി. ബസ് സ്റ്റാൻഡിനുള്ളിൽ പോലീസ് സാന്നിധ്യമില്ലാത്തത് വൈകുന്നേരങ്ങളിൽ സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. 5 പഞ്ചായത്തുകളിൽ ക്രമസമാധാനത്തിന് ഓടിയെത്തേണ്ട അന്തിക്കാട് പോലീസ് മതിയായ അംഗബലമില്ലാതെ ഇപ്പോഴും നിസ്സഹായാവസ്ഥയിലാണ്. കേസ് അന്വേഷിക്കാൻ ജൂനിയർ പോലീസുകാർ വരെ പോകേണ്ട അവസ്ഥയിലാണ് സ്റ്റേഷൻ. വർഷങ്ങൾ പിന്നിട്ടിട്ടും എയ്ഡ് പോസ്റ്റിലേക്ക് പോലീസിനെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴാണ് മണലൂർ പഞ്ചായത്ത് എയ്ഡ് പോസ്റ്റിൽ പോലീസിന്റെ സഹായം വേണ്ടെന്ന് വെച്ചത്. എയ്ഡ് പോസ്റ്റ് ഒഴിവാക്കി സ്ത്രീകൾക്കുള്ള മുലയൂട്ടൽ കേന്ദ്രമാണ് ഇവിടെ പഞ്ചായത്ത് സ്ഥാപിക്കുന്നതെന്നും അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായും മണലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MR മോഹനൻ പറഞ്ഞു. ബസ് സ്റ്റാൻഡിനകത്തുള്ള എയ്ഡ് പോസ്റ്റ്, ബസ് സ്റ്റാൻഡ് ആരംഭത്തിൽ അതിൻ്റെയൊക്കെ പ്രവർത്തനം ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് എയ്ഡ് പോസ്റ്റ് പോലീസ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്ത് അത് ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഒരു മുലയൂട്ടൽ കേന്ദ്രം തുറക്കുന്നതിനുള്ള നിർദ്ദേശമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. എയ്ഡ് പോസ്റ്റ് മാത്രമല്ല, ബസ് സ്റ്റാൻഡ് ആകെ താളം തെറ്റി കിടക്കുകയാണെന്നും ബസ് സ്റ്റാൻഡിനുള്ളിലെ അനധികൃത പാർക്കിംഗ് വലിയ തലവേദന സൃഷ്ടിക്കുന്നുവെന്നും അധികൃതർ പറയുന്നു. ബസ്സിൽ വന്നിറങ്ങുന്നവർക്ക് ഫുട്പാത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പല വ്യാപാര സ്ഥാപനങ്ങളും സ്ഥലം കയ്യേറിയതായും ആക്ഷേപമുണ്ട്. TCV അന്തിക്കാട്. നെടുപുഴ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി മേള ശ്രദ്ധേയമായി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജൻശിക്ഷാൻ സംസ്ഥാന ഡയറക്ടർ CG മേരി കമ്മ്യൂണിറ്റി മേള ഉദ്ഘാടനം ചെയ്തു. ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിന്റെ വാർഷികാഘോഷവും ഇതോടൊപ്പം നടന്നു. കോളേജ് പ്രിൻസിപ്പൽ AS ചന്ദ്രകാന്ത ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. പദ്ധതി നോഡൽ ഓഫീസർ N രാമചന്ദ്രൻ, ഷേളി ജേക്കബ്, S സുനിൽകുമാർ, വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ആശ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. പെൺകുട്ടികളെ സ്വയം സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ തന്നെ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചിരുന്നു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ചെയർമാൻ KG വിജയകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു. ഉപഭോക്തൃ രത്ന അവാർഡ് മുൻ MLA TV ചന്ദ്രമോഹൻ, P ചിത്രൻ നമ്പൂതിരിപ്പാടിൽ നിന്ന് ഏറ്റുവാങ്ങി. CFK സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ കുരുവിള മാത്യൂസ്, ജനറൽ സെക്രട്ടറി AM സെയ്ദ്, സ്വാഗത സംഘം ചെയർമാൻ ഗഫൂർ T മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഡിപ്പാർട്ട്മെന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടത്തി. മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PV വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു.
ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം, ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും പ്രത്യാഘാതങ്ങളും എന്ന വിഷയാവതരണം ഡോക്ടർ NS മഹേഷ് ബാബു നടത്തി. സി ജോസുകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ CM അനന്തകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം അടുപ്പൂട്ടി കേന്ദ്രീകരിച്ച് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടുപ്പൂട്ടി നെന്മണിക്കര വീട്ടിൽ സുനിലിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന നടക്കുന്നത് സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിശോധന വ്യാപകമാക്കുമെന്നും പോലീസ് അറിയിച്ചു. വാണിജ്യം. തൃശൂരിന്റെ രാജകീയ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പ്രൗഢിയേകാൻ വൈവിധ്യവും അത്യാകർഷകവുമായ പാക്കേജുകളുമായി തൃശൂർ ബ്രൈറ്റ് ടവേഴ്സിൽ റോയൽ ബ്യൂട്ടി വേൾഡ് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ ബ്രൈറ്റ് ടവേഴ്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച റോയൽ ബ്യൂട്ടി വേൾഡ് ചലച്ചിത്ര താരം ഗായത്രി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. റോയൽ ബ്യൂട്ടി വേൾഡ് പാർട്ണർമാരായ അരുൺ ദാസ്, വൈശാഖ് തോട്ടപ്പള്ളി എന്നിവരോടൊപ്പം സാബു, മൻസൂർ പൂവത്തിങ്കൽ, രവി തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ സന്നിഹിതരായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജെൻസ്, ലേഡീസ്, കിഡ്സ് വിഭാഗങ്ങൾക്കായി സ്പെഷ്യൽ പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട്. ജെൻസിന് ഹെയർ കട്ട്, ബ്ലീച്ച്, ഫ്രൂട്ട് ഫേഷ്യൽ, ഹോട്ട് ഓയിൽ മസാജ് എന്നിവയ്ക്ക് 1000 രൂപയും ലേഡീസിന് ഹെയർ കട്ട്, ബ്ലീച്ച്, ഫേഷ്യൽ, ഹെയർ സ്പാ എന്നിവയ്ക്ക് 1500 രൂപയുമാണ് മാർച്ച് 31 വരെയുള്ള ഉദ്ഘാടന ഓഫർ. കൂടാതെ സ്പെഷ്യൽ ബ്രൈഡ് ആൻഡ് ഗ്രൂം പാക്കേജുകൾ ഹെയർ സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, സ്കിൻ ട്രീറ്റ്മെന്റ്, പെഡിക്യൂർ, മാനിക്യൂർ തുടങ്ങിയ സേവനങ്ങളും ആകർഷകമായ നിരക്കിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 6238135110. മെൻസ് കാഷ്വൽ വെയറുകളുടെ വ്യത്യസ്ത കളക്ഷനുകളുമായി ട്വിൻസ് മെൻസ് കാഷ്വൽ വെയർ തൃശൂർ റൗണ്ട് സൗത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ റൗണ്ട് സൗത്തിൽ സ്പോർട്സ് ലാൻഡിന് സമീപം ആരംഭിച്ച ട്വിൻസ് മെൻസ് കാഷ്വൽ വെയർ മാനുവൽ സെയിൽസ് ഡയറക്ടർ PM തോമസ് ഉദ്ഘാടനം ചെയ്തു. രമ ജിനു ആദ്യ വിൽപ്പന നിർവഹിച്ചു. ആക്ട്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് TA അബൂബക്കർ കുറുക്കഞ്ചേരി, ബിഫെമി ഉടമ TA അസീസ്, സിദ്ധവൈദ്യാശ്രമം മാനേജിംഗ് പാർട്ണർ ആനന്ദപ്രസാദ്, ഏഷ്യൻ ചോയ്സ് ഉടമ മുസ്തഫ, ട്വിൻസ് മെൻസ് കാഷ്വൽ വെയർ ഉടമകളായ ഹാരിസ്, ഹാഫിസ്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മെൻസ് കാഷ്വൽ വെയറുകളുടെ ഏറ്റവും മികച്ച സെലക്ഷനുകളാണ് ട്വിൻസിൽ ഒരുക്കിയിരിക്കുന്നത്. ഷർട്ട്, പാൻസ്, ജീൻസ്, ടീഷർട്ട് എന്നിവയുടെയെല്ലാം ആകർഷകമായ ശ്രേണികളും ട്രാവൽ ജാക്കറ്റ്സ്, സൺഗ്ലാസ്, ബെൽറ്റ്, ക്യാപ്പ്, പേഴ്സ് എന്നിവയെല്ലാം ട്വിൻസ് മെൻസ് കാഷ്വൽ വെയറിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും ഗുണമേന്മയാർന്നതും ആകർഷകവുമായ മെൻസ് വെയറുകൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ സമ്മാനിച്ച് യുവാക്കളുടെ പ്രിയ ഫാഷൻ സ്റ്റോറായി മാറുകയാണ് ട്വിൻസ് മെൻസ് കാഷ്വൽ വെയർ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8606371283. പ്രധാന വാർത്തകൾ വീണ്ടും. അടുത്ത 2 ദിവസങ്ങളിൽ തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പകൽ 11 മുതൽ 3 വരെ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ്. കോൾപ്പാടങ്ങളിൽ നിന്ന് നെല്ല് ഏറ്റെടുക്കുന്നതിൽ മില്ലുടമകൾക്ക് മെല്ലെപ്പോക്ക്. പ്രതിഷേധവുമായി കോൾ കർഷകർ. കൊടകര വിരുത്തിപ്പാടത്ത് പാകമായ നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. ചെങ്ങാലൂരിൽ ആലഞ്ചേരി പാടശേഖരത്തിൽ വ്യാപകമായി തണ്ണീർത്തടം മണ്ണടിച്ചു നികത്തുന്നു. അനധികൃതമായി മണ്ണെടുക്കുന്ന സംഘങ്ങളാണ് തണ്ണീർത്തടം നികത്തുന്നതിന് പിന്നിലെന്ന് ആക്ഷേപം. പട്ടയം ലഭിക്കും വരെ കളക്ടറേറ്റ് യാചനാ സമരവുമായി മലയോരവാസികൾ രംഗത്ത്. പട്ടയ സമരത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. പഞ്ചാരിയുടെ ഈറ്റില്ലമായ പെരുവനം പൂരത്തിനായി പെരുവനം നടവഴി ഒരുങ്ങി. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള പൈനൂർ പാടത്തെ തേവരുടെ ചാലുകുത്തൽ ശനിയാഴ്ച. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.